ആക്ഷേപിക്കുമെന്ന് പറയുന്നത് ഒരു ജവാന്മാർക്ക് നിങ്ങൾ 4 പടക്കം പൊട്ടിച്ചില്ല ഈ പറമ്പിൽ കൂടി കയറി ഞങ്ങളുടെ പഞ്ചായത്തിലെ 17 വാർഡുകളുണ്ട്. 17 വാർഡും വനത്താൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വാർഡിലും ആനയുടെ ശല്യം എല്ലാ ദിവസവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. ഈ അവസരത്തിലാണ് ഇന്നലെ എന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കിണറ്റില് രാത്രി വെളുപ്പിന് ഒരാന ഒരു കിണറിൽ വന്ന് ചാടുകയും ഇതുവരെ അതിനെ കയറ്റാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ കയറ്റാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നാട്ടുകാർ അതിനെ അനുവദിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആന വളരെ നാളുകളായി ഓരോ വീടുകളുടെയും മുറ്റത്ത് വരെ വന്ന് ശല്യം ചെയ്യുന്ന വളരെയധികം ആക്രമണകാരിയായ ഒരാന തന്നെയാണ്. അതിന്റെ തുമ്പിക്കൈ മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്രയും ആക്രമണകാരിയായിരിക്കുന്നത്. എന്തായാലും അതിനിപ്പോൾ കയറ്റിക്കൊണ്ടു പോകാനായിട്ട് നാട്ടുകാർ അനുവദിക്കുന്നില്ല. അനുവദിക്കാത്തതിന് കാരണം ഇത് അത്രമാത്രം ശല്യക്കാരൻ. ഇനി കയറ്റി വിട്ടാലും അത് മറ്റു മനുഷ്യരെ ഇപ്പൊ സ്കൂൾ വിടുന്ന സമയമാണ്, സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്, ആളുകൾ ജോലിക്ക് പോകുന്ന സമയം. അപ്പൊ ഇത് ആളുകളെ ഉപദ്രവിക്കുമോ എന്നുള്ള ശല്യം കൊണ്ട് തന്നെ അതിനെ കയറ്റിവിടാനായിട്ട് സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഉപദ്രവമാകും. അതുകൊണ്ട് തന്നെ അതിനെ കോർണാട്ടേക്കോ മറ്റോ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ നോക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇനി ഇവിടെ ഫെൻസിങ് തീരാത്ത സ്ഥലങ്ങളുണ്ട്. ആ ഫെൻസിങ് ഞങ്ങൾക്ക് തീർന്നു കിട്ടണം. ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇന്നലെ കോതമംഗലത്തേക്ക് കീരമ്പാറ KSB ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഇന്നലെ യാത്ര ചെയ്യുന്ന വഴിയാണ് താട്ടേക്കാട്ടിനും ഊന്നക്കാട്ടിനും ഇടയ്ക്ക് വെച്ച് ആന അയാളെ ഓടിക്കുന്നതും അയാൾ ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയതും. ദൈവാനുഗ്രഹം കൊണ്ട് തലനാരിഴയ്ക്കാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത്. അവിടെയാണെങ്കിലും 2 ഭാഗത്തും ഒരുപാട് കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. എത്രയും വേഗം അത് കാടുകളും ക്ലീൻ ചെയ്ത് ആനയെ കാണാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. മയക്കുവെടി വെച്ച് അതിനെ കയറ്റി വേറെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോവുക, ഇവിടെ നിന്ന് കൊണ്ടുപോവുക.